4ാം ക്ലാസ്സിൽ 2022 നടന്ന ഫിഖിഹിന്റെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. മാർക്ക് 50. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ തന്നത് ത്വഹൂറായ വെള്ളം വേണം, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യൽ ഹറാമാണ്, കറാഹത്താണ്, പിന്തി തുടർന്നവൻ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഒന്നാമത്തെ ചോദ്യം, പള്ളിയിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുക ഡാഷ്. പള്ളിയിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുക കറാഹത്താണ്. 2. പള്ളിയിൽ തുപ്പൽ ഡാഷ്. പള്ളിയിൽ തുപ്പൽ ഹറാമാണ്. ഉത്തരം ഹറാമാണ്. 3. മസ്ബൂക്ക് ഡാഷ്. മസ്ബൂക്ക് പിന്തി തുടർന്നവൻ. 4. മയ്യിത്ത് നിസ്കാരത്തിൽ 2ാം തക്ബീറിനു ശേഷം ഡാഷ്. മയ്യിത്ത് നിസ്കാരത്തിൽ 2ാം തക്ബീറിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. 5. മയ്യിത്ത് നിസ്കാരത്തിൽ 3ാം തക്ബീറിന് ശേഷം ഡാഷ്. 3ാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യൽ. മയ്യിത്ത് നിസ്കാരത്തിൽ 3ാം തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യൽ. 6. അശുദ്ധികളെ ഉയർത്താനും നജസുകളെ നീക്കാനും ഡാഷ്. അശുദ്ധികളെ ഉയർത്താനും നജസുകളെ നീക്കാനും ത്വഹൂറായ വെള്ളം വേണം. ഉത്തരം ത്വഹൂറായ വെള്ളം വേണം. 2. വ്യക്തമാക്കാം. ഒന്നാമത്തെ, നിസ്കാരം തഹ്രീമിന്റെ കറാഹത്തായ ഒരു സമയം. നിസ്കാരം തഹ്രീമിന്റെ കറാഹത്തായ ഒരു സമയം. അതിന്റെ ഉത്തരം സുബ്ഹ് നിസ്കരിച്ച ശേഷം സൂര്യൻ 7 മുഴം സുമാർ 16 മിനിറ്റ് ഉയരുന്നതുവരെ. 2. അസർ നിസ്കരിച്ച ശേഷം സൂര്യൻ അസ്തമിക്കുന്നതുവരെ. 3. വെള്ളിയല്ലാത്ത ദിവസങ്ങളിൽ നട്ടുച്ച സമയം. ഈ 3 എണ്ണത്തിൽ നിന്ന് 1 എഴുതിയാൽ മതി. നിസ്കാരം തഹ്രീമിന്റെ കറാഹത്തായ ഒരു സമയം എഴുതിയാൽ മതി. 2. ഏറ്റവും ചുരുങ്ങിയ ജമാഅത്ത്. ഏറ്റവും ചുരുങ്ങിയ ഒരു ജമാഅത്തിന് ഉത്തരം ഒരു ഇമാമും ഒരു മാമൂമും വേണം ഏറ്റവും ചുരുങ്ങിയ ജമാഅത്തിന്. 3. ഫർളായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഫർളായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർള് നിസ്കാരം. ഉത്തരം ഫർള് നിസ്കാരം. ഫർളായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർള് നിസ്കാരം. 4. ജുമുഅ നിർവഹിക്കേണ്ട സമയം. അതിന്റെ ഉത്തരം വെള്ളിയാഴ്ച ളുഹറിന്റെ സമയത്ത്. ജുമുഅ നിർവഹിക്കേണ്ട സമയം വെള്ളിയാഴ്ച ളുഹറിന്റെ സമയത്ത്. 3. പൂർത്തിയാക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വുളൂഇന്റെ നിയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങിയാൽ ഡാഷ്. വുളൂഇന്റെ നിയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളൂ ലഭിക്കുന്നതാണ്. ഉത്തരം വുളൂ ലഭിക്കുന്നതാണ്. 2. ഭക്ഷ്യവസ്തു കൊണ്ട് ഇസ്തിൻജാ ചെയ്യൽ ഡാഷ്. ഉത്തരം ഹറാമാണ്. ഭക്ഷ്യവസ്തു കൊണ്ട് ഇസ്തിൻജാ ചെയ്യൽ ഹറാമാണ്. 3. സുബ്ഹ് ഫജർ സ്വാദിഖ് മുതൽ സൂര്യൻ ഡാഷ്. സുബ്ഹ് നിസ്കാരത്തിന്റെ സമയമാണ്. ഫജർ സ്വാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. ഫജർ സ്വാദിഖ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. 4. നിസ്കാരത്തിന്റെ ഫർളുകൾ 14 ആകുന്നു. അവ ഡാഷ്. നിസ്കാരത്തിന്റെ ഫർളുകൾ 14 ആകുന്നു. അവ 3 വിധമാണ്. 5. ഹലാലായ യാത്രയിൽ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് ഡാഷ്. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടേണ്ടതില്ല. അതിന്റെ ഉത്തരം കിബിലക്ക് മുന്നിടേണ്ടതില്ല. 4. 2 എണ്ണം വീതം എഴുതാം. അതിൽ ഒന്നാമത്തെ, പ്രധാന സുന്നത്ത് നിസ്കാരങ്ങൾ. അതിന്റെ ഉത്തരം 2 പെരുന്നാൾ നിസ്കാരം, തഹജ്ജുദ്, ളുഹ, തഹിയ്യത്ത്, ഗ്രഹണ നിസ്കാരങ്ങൾ. അതിന്റെ ഉത്തരം 2 പെരുന്നാൾ നിസ്കാരം, തഹജ്ജുദ്, ളുഹ, തഹിയ്യത്ത്, ഗ്രഹണ നിസ്കാരങ്ങൾ പ്രധാന സുന്നത്ത് നിസ്കാരങ്ങൾ. 2. ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ: 1. ളുഹറിന്റെ സമയത്തായിരിക്കുക. 2. അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയാവുക. 3. ഔറത്ത് മറക്കുക. 4. അറബി ഭാഷയിലായിരിക്കുക. 5. കഴിവുള്ളവൻ നിൽക്കുക. 6. 2 ഖുതുബയുടെ ഇടയിൽ ഇരിക്കുക.
7 തുടർച്ചയായി കൊണ്ടുവരിക. 8 ഖത്തീബ് പുരുഷനായിരിക്കുക. 9 ജുമുഅക്ക് അർഹരായ 40 ആളെ കേൾപ്പിക്കുക. ഇതിൽ നിന്നും 2 എണ്ണം എഴുതിയാൽ മതി. ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ 2 എണ്ണം എഴുതിയാൽ മതി. 3 ജുമുഅ ഖുതുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ. ഖുതുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ. അതിന്റെ ഉത്തരം ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക, നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക, ദുആകൾക്ക് ആമീൻ പറയുക. അതിന്റെ ഉത്തരം ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക, നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക, ദുആകൾക്ക് ആമീൻ പറയുക. ഇതിൽ നിന്നും 2 എണ്ണം എഴുതിയാൽ മതി. അടുത്തത് ഉത്തരം എഴുതാം. 1 ജുമുഅക്ക് ഇമാം എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? അതിന്റെ ഉത്തരം ജുമുഅ എന്ന ഫർളിനെ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു. ജുമുഅ എന്ന ഫർളിനെ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു. അതിന്റെ ഉത്തരം ജുമുഅ എന്ന ഫർളിനെ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു. 2 വിത്ർ നിസ്കാരത്തിന്റെ സമയം ഏതാണ്? വിത്ർ നിസ്കാരത്തിന്റെ സമയം. ഉത്തരം ഇശാ നിസ്കരിച്ചത് മുതൽ ഫജർ വരെയാകുന്നു. ഉത്തരം ഇശാ നിസ്കരിച്ചത് മുതൽ ഫജർ വരെയാകുന്നു. 3 സലാം വീട്ടിയ ഉടനെ 3 തവണ പറയണം എന്ത്? സലാം വീട്ടിയ ഉടനെ 3 തവണ പറയണം എന്ത്? ഉത്തരം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 4 സഹവിന്റെ സുജൂദ് നിർബന്ധമാണ് ആർക്ക് എപ്പോൾ? അതിന്റെ ഉത്തരം ഇമാം സഹവിന്റെ സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ മഅ്മൂമിന് നിർബന്ധമാണ്. അതിന്റെ ഉത്തരം ഇമാം സഹവിന്റെ സുജൂദ് ചെയ്താൽ കൂടെ സുജൂദ് ചെയ്യൽ മഅ്മൂമിന് നിർബന്ധമാണ്. അടുത്തത് 6 ക്രമത്തിലാക്കാം. അതിൽ 1 ദുനൂബി കുല്ലഹ അല്ലാഹുമ്മ ഇഗ്ഫിർലി വഖതായ. അതിനെ ശരിയാക്കി എഴുതാം. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദുനൂബി വഖതായ കുല്ലഹ. ശരിയാക്കി എഴുതുമ്പോൾ അല്ലാഹുമ്മ ഇഗ്ഫിർലി ദുനൂബി വഖതായ കുല്ലഹ. 2 വലി വാലിദയ്യ കമാ റബ്ബയാനി റബ്ബി ഇർഹംഹുമാ അല്ലാഹുമ്മ ഇഗ്ഫിർലി സ്വൈറ. അതിന്റെ ഉത്തരം അല്ലാഹുമ്മ ഇഗ്ഫിർലി വലി വാലിദയ്യ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സ്വൈറ. അല്ലാഹുമ്മ ഇഗ്ഫിർലി വലി വാലിദയ്യ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സ്വൈറ. 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.